അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയിലെ പത്രപ്രവർത്തകരും അമേരിക്കയെ സ്നേഹിക്കുന്ന അവിടെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയതായി ഇൻ്റർനാഷണൽ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. 30-40 വർഷങ്ങൾക്ക് മുമ്പിലുള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് സാങ്കേതികമായി ശാസ്ത്രരംഗത്ത് GDPയുടെ കാര്യത്തിൽ, നാഷണൽ ഇൻകത്തിൻ്റെ കാര്യത്തിൽ, പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ധാരാളം ഉൽപ്പന്നങ്ങൾ 40ഓളം രാജ്യങ്ങൾക്കാണ് യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 32 രാജ്യങ്ങളിൽ പോയാണ് ഇന്ത്യ സഹായം അഭ്യർത്ഥിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കിയത്. പഴയ ഒരു ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് അമേരിക്ക നന്നായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം, അമേരിക്ക നേരത്തെ ഇങ്ങനെ ബഹളമുണ്ടാക്കുമ്പോൾ നേരത്തെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഒന്ന് പരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റഷ്യ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ചൈനയുടെ സഹായം കിട്ടുന്നു. റഷ്യ, ഇന്ത്യ, ചൈന മേധാവികളുടെ നരേന്ദ്രമോദി, അതുപോലെ ചൈനയുടെ പ്രധാനമന്ത്രി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ഇവരുടെ സംഗമം തന്നെ വന്നാലും അത്ഭുതമില്ല. റഷ്യൻ പ്രസിഡന്റ് ഈ മാസം അവസാനം ഇന്ത്യയിൽ സന്ദർശിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടിയുള്ള പുതിയ ബലാബലം തന്നെ വരികയാണ്. അവർ 3 പേരും ഒരു ചേരിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ചേരി നയമല്ല ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക പഴയ അമേരിക്കയല്ല. പണ്ടുകാലത്ത് അമേരിക്കയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അവർ എന്ത് വിചാരിച്ചാലും അവർ വിചാരിക്കുന്നതനുസരിച്ച് ലോകം ചലിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചലിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് കാരണങ്ങളാൽ, സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരുപാട് കാര്യങ്ങളിൽ അമേരിക്ക ഇന്ന് ലോകത്ത് ഭീഷണിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി മറികടക്കാനാണ് ഇന്ത്യയോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. F-35 വിമാനങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇന്ത്യ അത് വേണ്ടാന്ന് പറഞ്ഞു. 25% തീരുവ ഏർപ്പെടുത്തി. എന്നിട്ടും ഇന്ത്യ മിണ്ടാതിരുന്നില്ല. അവസാനം 50%, 100% പ്രതിരോധം തന്നെ തീർത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇന്ത്യയെ സഹായിക്കരുതെന്നുള്ള നിലയിൽ വലിയ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അമേരിക്ക കൊള്ളാം, നല്ല നിലയിലാണ് ഇന്ത്യയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യ അതിൽ 1 മില്ലിമീറ്റർ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഇവിടുത്തെ കർഷകരെയും അതുപോലുള്ള മറ്റുള്ളവരെയും ഒക്കെ ഉപദ്രവിക്കാനാണ് ട്രംപ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കയർ, കൈത്തറി, കശുവണ്ടി പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്നുമൊക്കെ ധാരാളമായി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ പിടിക്കാനാണ് ട്രംപ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ പുതിയ ആഭ്യന്തരവും വൈദേശികവുമായ അന്താരാഷ്ട്രതലവുമായ പുതിയ കരാറുകളിലേക്കും പരിപാടികളിലേക്കും പോകും എന്നുള്ള കാര്യം ട്രംപ് ഓർക്കുക. എന്തായാലും ഇന്ത്യ സജ്ജമായി തന്നെയാണ് നിൽക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രതിരോധ കാര്യങ്ങളിൽ, യുദ്ധകാര്യങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് പോയെങ്കിൽ, അതുപോലെ തന്നെ കരാറുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായെങ്കിൽ ഇന്ത്യയെ നോക്കി വിരട്ടരുത് എന്ന് ട്രംപിനോട് പറയുന്നത് ഞാനല്ല, അമേരിക്കയിലെ ഭരണകൂടത്തിൽ താങ്കളോടൊപ്പം നിൽക്കുന്ന സാമ്പത്തിക വിദഗ്ധരും സാമ്പത്തിക ഉപദേഷ്ടാക്കളും ഒക്കെ തന്നെയാണ് പറയുന്നത്. ഇന്ത്യയോട് കളിക്കുന്നതും പൊരുതുന്നതും വളരെ ശ്രദ്ധിച്ച് വേണം. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം താങ്കൾക്ക് തലയ്ക്ക് വട്ട് പോലെയാണ് താങ്കൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ മാറി താങ്കൾ വീണ്ടും ഇന്ത്യ ഭായി എന്ന് പറഞ്ഞ് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.